എല്ലാരും വായോ വായോ അതുകൊണ്ട് വട ഉണ്ടാക്കിയാലോ. ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്പി വടൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്നാക്സിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ ചോറെടുത്തിന്. ഇത് മട്ട റൈസിൻ്റെ ചോറാട്ടോ. സാധാ റൈസ് ഏത് റൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തോടത്തിന് അതിലേക്ക് നമ്മൾ ചോറ് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അഥവാ അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം ഇത് എനിക്ക് അരിഞ്ഞ് കിട്ടുന്നില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ അരച്ചെടുത്തിന് എന്നൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറും ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചുകൊണ്ട് തന്നെ ഇതിലേക്കൊരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ ഇതിലുള്ള വെള്ളം ഒന്ന് വലിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയില്ലേ, നമ്മൾ റവ വറുക്കാത്തതോ വറുത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക, അത് ഞാൻ ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് നമ്മളെ പത്തിരിപ്പൊടിയില്ലേ, അരിപ്പൊടി, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട്, കാരണം ചോറിൽ ഓൾറെഡി ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെജീസ് നമുക്ക് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു മീഡിയം സൈസിലെ ഉള്ളിയും 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. വെജീസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഒരു മാവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിനെ. കുരുമുളക് ക്രഷ് ചെയ്ത് കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം നമ്മൾ റവ ഒക്കെ വെള്ളം ഒന്ന് വലിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു കൊടുത്തിനെ. ഞാൻ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ആക്കിനെ. നമുക്ക് ഇത് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു വടൻ്റെ ഷേപ്പിലാട്ടോ ഉരുട്ടിയെടുക്കുന്നത്. ഈ മാവ് ലൂസായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് അധികം കട്ടിക്ക് തന്നെയാണ് ഈ മാവ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഈ സിമ്പിളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഞാൻ ഓരോ വടൻ്റെ ഷേപ്പാക്കിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തന്നെ. നമുക്ക് ഈ ടൈം കൊണ്ട് ഒന്ന് ഓയിൽ ചൂടാകാൻ വേണ്ടി വെക്കാം. ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ ഓരോ വടയും അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിനത്ര കുക്കിംഗ് ടൈമൊന്നുമില്ല. ഈ വട ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറ് ആകുന്നവരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒരു നല്ലൊരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഈ വട ചൂടോടെ കഴിക്കാനാട്ടോ രസം. ചൂടാറി കഴിക്കുന്നതിനേക്കാളും ചൂടോടെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ അതോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം കളറ് വന്നിനി. ഇനി ഞാൻ ഇതൊന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നമുക്ക് എല്ലാ വടിയും കോരിയിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് ഒന്ന് കളറ് ചേഞ്ച് ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പുറംഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.